യൂണിവേഴ്സ് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അഹമ്മദാബാദിൽ മലയാളം ഇൻഡസ്ട്രിയൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. പുള്ളിക്കാരി ആക്ച്വലി നമ്മളെല്ലാവരും പറയുന്ന പോലെ ഒരു പെർഫെക്റ്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ്, ഇതിനെല്ലാത്തിനും പുറമെ ഒരു കോർപ്പറേറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ഡയറക്ടർ ലെവലിൽ വരെ ഇരുന്നൊരു വ്യക്തിയാണ്. പക്ഷെ കുട്ടിക്കാലത്ത് പുള്ളിക്കാരി ഇങ്ങനെ ചെറിയ തരത്തിലുള്ള ഒബ്സർവേഷൻസ്, ചെറിയൊരു ഫീലിങ്സ്, ഇൻഡ്യൂഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. അതിൽ പുള്ളിക്കാരി ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആവാനും തുടങ്ങി. അത് കുട്ടിയായിരുന്നത് കൊണ്ട് തന്നെ പലതും അതങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് കളഞ്ഞു. പക്ഷേ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഒരു സ്റ്റേജിൽ എടുക്കേണ്ടി വന്നു. ഒരു യൂണിവേഴ്സൽ കോളിംഗ് എന്നൊക്കെ പറയത്തില്ല. അതിനുശേഷം പുള്ളിക്കാരി ഒരു വലിയൊരു തീരുമാനം എടുത്തു. കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് മാറി ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവിസിബിൾ ഫോഴ്സുകൾ എന്തൊക്കെയാണ് ഒരാളുടെ ലൈഫിൽ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരിയുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ലോകം മുഴുവൻ ഏകദേശം 3000-ന് മുകളിൽ ക്ലയൻസിനെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ്. ടാരറ്റ് റീഡിംഗ്, ആസ്ട്രോളജി, ന്യൂമറോളജി, അങ്ങനെ പലതരത്തിലുള്ള സ്പിരിച്വൽ ഹീലിംഗ് പ്രാക്ടീസസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി. ചില ആളുകൾ ഇതിന് ഇൻഡ്യൂഷൻ എന്ന് പറയും, ചില ആളുകൾ ഇതിനൊരു ഫീലിംഗ് എന്ന് പറയും, ചില ആളുകൾ ഇതിന് ഡെസ്റ്റിനി എന്നും പറയും. എന്തായാലും നമ്മൾ ഇന്ന് ഇതെന്താണെന്നൊന്ന് നേരിട്ട് കാണാൻ പോവുകയാണ്. വെൽക്കം ശ്രീലത നായർ. Hi, thank you for calling me here. Thank you so much. ചേച്ചി, ഇതിലേക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പ് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, ഐ എം ഗ്ലാഡ്. ഞാൻ ആക്ച്വലി ബോൺ ആൻഡ് ബോട്ടപ്പ് അഹമ്മദാബാദിലാണ്. പക്ഷേ എൻ്റെ മലയാളം ഓക്കെയാണ്. പക്ഷേ ഞാൻ ട്രൈ ചെയ്യാം മലയാളത്തിൽ സംസാരിക്കാൻ വേണ്ടി. ബിക്കോസ് വി ആർ കണക്റ്റിംഗ് ടു അവർ കേരള ഓഡിയൻസ്, റൈറ്റ്? സോ ഐ വുഡ് പ്രിഫർ ടു ടോക്ക് ഇൻ മലയാളം. പക്ഷേ ഇടയിൽ ഞാൻ ഇംഗ്ലീഷും കൂടെ യൂസ് ചെയ്യും. കുഴപ്പമില്ലല്ലോ? ഇല്ല ചേച്ചി, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ലൈഫിൽ തന്നെ ഒരു കോളിംഗ് വന്നതിന് ശേഷമാണല്ലോ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് മാറി ഇങ്ങനെ കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ എന്തൊക്കെ തരത്തിലുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ഫോഴ്സുകളാണ് അവരുടെ ലൈഫിൽ കൂടുതൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ആ ഒരു ജേർണി തുടങ്ങുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ഓർമ്മയുണ്ടോ? ആ പോയിന്റ് എങ്ങനെയാണ് ചേച്ചി കണ്ടതെന്നൊന്ന് പറയാമോ? ആക്ച്വലി ആസ് യു സെഡ് ഏർലി, കൊച്ചുനാളിൽ ആസ് എ ചൈൽഡ്ഹുഡ് ഓൾസോ ഞാൻ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ചൈൽഡായിരുന്നു. അപ്പോൾ അക്സെപ്റ്റൻസ് എൻ്റെ ഫാമിലിക്കായാലും ഔട്ട്സൈഡ് ആൾക്കാർക്കായാലും അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു കുറച്ച്, ബിക്കോസ് ഞാൻ എല്ലാത്തിനും ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. എന്തെങ്കിലും കണ്ടീഷനിങ് ഉണ്ടെങ്കിൽ ഞാൻ ആ കണ്ടീഷനിങ്ങിനെ മാറ്റാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടെമ്പിളിൽ പോകുമ്പോൾ ഇത് ചെയ്യണം, ടെമ്പിളിൽ കുളിച്ചിട്ടേ പോവാവോ, ടെമ്പിളിൽ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചാൽ ഈ ഡ്രസ്സ് ഇടണം, ആ ഒരു കണ്ടീഷനിങ് ഫോർ എക്സാമ്പിൾ, അതിനെപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പം ഇറ്റ് കെയിം ആസ് ലൈക്ക് സമ്മൺ ഹു ഇസ് ട്രൈങ് ടു ഇങ്ങനെ റിട്ടാലിയേറ്റ് അഗെയിൻസ്റ്റ് സംതിങ് വിച്ച് ഈസ് ഓൾവേസ് ഹാപ്പനിങ് ഫ്രം ഇയേഴ്സ് ടു ഇയേഴ്സ്. ഓക്കെ, വിത്ത് ടൈം ഞാൻ പഠിച്ചു, മാസ്റ്റേഴ്സ് ചെയ്തു സൈക്കോളജിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ കോർപ്പറേറ്റിലോട്ട് കയറി ആസ് എ സൈക്കോളജിസ്റ്റ് ആദ്യം, പിന്നെ HR ആയിട്ട് കയറി. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരെ കൂടെ ഡീൽ ചെയ്യുമ്പം ഞാൻ പല പ്രാവശ്യം പല സ്ഥലത്തും താമസിച്ചിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ, പൂനെയിൽ, മുംബൈയിൽ, UK, സിംഗപ്പൂരിലെല്ലാം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വെച്ച് അവിടെ കാണുമ്പോൾ എന്തെങ്കിലും അവർ ചോദിക്കുമ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പറയുമ്പം അത് കറക്റ്റായിട്ട് വരും. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വെൻ ദർ വാസ് എ ഗേൾ വിത്ത് ഹൂം ഐ വാസ് സ്റ്റേയിങ്. She was not getting married. So I just told her, like, within 2 months you will get married. അങ്ങനെ ഒത്തിരി ഹൈറ്റ് ഉള്ള കാരണം she was heighted, so she was never getting a groom. അപ്പോൾ ചുമ്മാ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ എന്നെ ചുമ്മാ പറയും ഗുരുജിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളൊരു പ്ലേഫുൾ എനർജിയിൽ. ആക്ച്വലി 2 months കഴിഞ്ഞപ്പോൾ അവളെ കല്യാണം കഴിഞ്ഞു. ഇന്ന് അവൾ US സെറ്റിലാണ്. അപ്പോൾ ഇങ്ങനെ പല ഇൻസിഡൻസും എൻ്റെ ലൈഫ് വന്നിട്ട്, അപ്പോൾ ഞാൻ ഒരു പ്ലേഫുൾ എനർജിയിൽ അത് അങ്ങ് കളഞ്ഞു. 2018 there was some drastic transformation happened. I started isolating myself from people. ഞാൻ കൂടുതൽ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ഭയങ്കര എൻ്റെ ഇന്നർ സെൽഫിലോട്ട് പോയി, ബിക്കോസ് ദർ വാസ് സംതിങ് ഹാപ്പനിങ് വിതിൻ മീ. അപ്പോൾ ഞാൻ സൈക്കോളജിസ്റ്റും കൂടെ ആയതുകൊണ്ട് ഞാനത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കി എൻ്റെ മൈൻഡിന് എന്തുവാ നടക്കുന്നത്. ആ സമയത്താണ് ഞാൻ ടാരോട്ട് സർട്ടിഫൈഡ് ആയത്. പക്ഷെ ഞാൻ ടാരോട്ട് പഠിച്ചത് ഒരു ഹോബി പോലെയാണ്. ഓക്കെ, അത് പഠിച്ചിട്ട് ഞാൻ തിരിച്ച് കോർപ്പറേറ്റിൽ ജോലി ചെയ്യാൻ പോയി. ബിക്കോസ് ഞാൻ എന്തെല്ലാം പഠിച്ചുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഐ ലേൺ ആൻഡ് കെപ് ദ കാർഡ്സ് അസൈഡ്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചത്, എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഈ സബ്ജക്റ്റും യൂണിവേഴ്സിനും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിച്ചാലും ഞാൻ ഇങ്ങോട്ട് പ്രൊഫഷനിലോട്ട് പോകുന്നു. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക് ഡ്യൂറിങ് ദാറ്റ് ദർ വാസ് സം ട്രാൻസ്ഫോർമേഷൻ ഹാപ്പനിങ്. ഐ കുഡൻറ്റ് കണക്ട്. ഐ സ്റ്റാർട്ടഡ് ഡിസ്കണക്റ്റിംഗ് വിത്ത് പീപ്പിൾ. ഓക്കെ, ഞാൻ ഭയങ്കര ഇന്നർ സെൽഫിലോട്ട് പോയി. എനിക്ക് എക്സ്റ്റേണൽ വാലിഡേഷൻ്റെ ആവശ്യമില്ല, ആരെന്തോ പറയുന്നൊന്നും എനിക്കൊരു പ്രശ്നമില്ല.
So I started understanding myself. That was the time I understood that my ESP, which is the extrasensory perception, the six senses opened up for me. അപ്പോൾ എൻ്റെ ഇൻറ്റ്യൂഷൻ, ഞാൻ പിന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് വിഷൻസ് കിട്ടാൻ തുടങ്ങി. ഓക്കെ, എന്തെങ്കിലും നടക്കുന്ന മുമ്പ് നടക്കുന്ന പോലെ തോന്നി, അത് നടക്കും. പിന്നെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ജേർണി വേറെയാണ്. എൻ്റെ എപ്പോഴും എൻ്റെ സോളിൻ്റെ കോളിംഗ് വാസ് ഓൾവേസ് ഡിഫറെൻറ്റ്. എൻ്റെ അടുത്ത് ആര് 15 years ബാക്കും ചോദിച്ചുകൊണ്ടിരുന്നാലും ഞാൻ എപ്പോഴും പറയും ഐ വോണ്ട് ടു ഹെൽപ്പ് പീപ്പിൾ, ഐ വോണ്ട് ടു ബിക്കം എ മോട്ടിവേഷണൽ സ്പീക്കർ. ഓക്കെ, ആദ്യം ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരുന്നു. അപ്പം ഞാൻ ചോദിക്കും ഞാൻ എങ്ങനെയാണ് മോട്ടിവേഷണൽ സ്പീക്കർ ആവുന്നത്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ മൈക്ക് തന്നാൽ ഞാൻ ഇങ്ങനെ പറയും. ഓക്കെ, ഐ ഹാവ് നോ ഫിയർ. If 1,000 people are there, 5,000. So that's the strength of spirituality. So my transformation started happening almost from 2017 to 2018. Initially as childhood എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും അത് മനസ്സിലായില്ല. എൻ്റെ അച്ഛൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയി വെസ്റ്റ് ലോജസിൻ്റെ അടുത്ത് ചോദിക്കുമ്പം എൻ്റെ അച്ഛൻ്റെ അടുത്ത് അവർ പറയും മറ്റ് 2 siblings, എനിക്ക് 2 siblings ഉണ്ട്, അവരെ കാട്ടി ഇവൾ ഡിഫറെൻ്റ് ആണെന്ന്. പക്ഷെ എന്തോ ഡിഫറെൻ്റ് എന്ന് അതാർക്കും മനസ്സിലായില്ല. പക്ഷേ 2017-18 വാസ് ദ ആക്ച്വൽ ടൈം വെൻ മൈ ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻ. പിന്നെ ആ കൊറോണ സമയത്ത് നമുക്ക് ഒരുപാട് ടൈം കിട്ടിയായിരുന്നു അല്ലേ എല്ലാവർക്കും. നമ്മൾ കോർപ്പറേറ്റിൽ അത്ര ജോലി ഇല്ലായിരുന്നു, വി വർ വർക്കിംഗ് ഫ്രം ഹോം, സോ ലോട്ട് ഓഫ് ടൈം. So I started spending so much time that lot of things started coming on my own. And then I realized, പിന്നെ ഞാൻ ടാരോട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻസ് റൈറ്റ് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിലായി ഓക്കെ ഐ എം ഇൻ ടു ദിസ് ലൈൻ, മൈ സോൾസ് കോളിംഗ് ഇസ് ദിസ്. ദാറ്റ് ഇസ് മൈ ജേർണി ആക്ച്വലി. അവിടെയാണ് ആ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞില്ല, അതാണ് ഉണ്ടായിരുന്ന ചൈൽഡ്ഹുഡ് തൊട്ട്. പക്ഷേ ദ റിയലൈസേഷൻ കെയിം ഫ്രം ദാറ്റ് ടൈം, ലൈക്ക് യു നോ വെൻ ഐ റിയലൈസ് there is something opening up in my mind and I started getting visions. പക്ഷേ ആ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് ഒരു ട്രാൻസ്ഫർമേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ജേർണി ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റും? ആ ജേർണി ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ജേർണി ആയിരുന്നു. ഓക്കെ, ദിസ് ആക്ച്വലി ദ സ്പിരിച്വൽ ജേർണി ഈസ് നെവർ ഈസി. വി കാൺ ഡിഫൈൻ സ്പിരിച്വാലിറ്റി. എല്ലാവരും ഡിഫൈൻ ചെയ്യും സ്പിരിച്വാലിറ്റി ഈസ് നത്തിങ് ടു ഡിഫൈൻ. എല്ലാവരുടെ ജേർണി സ്പിരിച്വാലിറ്റിയിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കോർപ്പറേറ്റിൻ്റെ ലൈഫ് ഒരു ഡിഫറെൻറ്റ് ലൈഫ് അല്ലേ, ഒരു കുറച്ച് ഇതാണ് ലൈക്ക് ഗുഡ് ഫാറ്റ് സാലറി, യുനോ ഗ്ലാമർ, ലൈക്ക് യുനോ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പൊളിറ്റിക്സ്, എവറിഥിങ്. സോ for me it was difficult, but I felt that universe had holded my hand. എനിക്ക് ഗുരു ഇല്ല. ഓക്കെ, എനിക്ക് ഗുരു ഇല്ല. ഓക്കെ, ഞാൻ കൂടുതൽ അങ്ങനെ വായിക്കാറുമില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും നോളജ് എവിടെ നിന്നാണ് വരുന്നതെന്ന്. എനിക്കറിയത്തില്ല, പക്ഷേ ഐ ഹാവ് ദാറ്റ് നോളജ്, ബട്ട് ഐ ഡോണ്ട് റീഡ്. ഞാൻ 1-2 ലൈൻ വായിച്ചപ്പോൾ ഉറങ്ങിപ്പോവും എനിക്ക്, പക്ഷെ ഞാൻ എഴുതും. ഓക്കെ, സോ ദിസ് നോളജ് ഐ ഫീൽ ദാറ്റ് ഐ ഹവ് acquired from somewhere which I don't know from where I have acquired, that I have acquired. Okay, that's why I can speak. I can say certain things, what is happening, right? പിന്നെ ആ വിഷൻസ് വരാൻ തുടങ്ങിയപ്പം ഓക്കെ, മെഡിറ്റേഷനിലിരിക്കും വിഷൻസ് വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഞാൻ ടാരോട്ട് ചെയ്യുമ്പം എൻ്റെ സെഷൻസ് കഴിയുമ്പം 3 hours സെഷൻ, ഒരു സെഷൻ എൻ്റെ ടാരോട്ടിൻ്റെ. ഓക്കെ, അതിൻ്റെ അകത്ത് എല്ലാം വരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ മെഡിറ്റേഷനിലിരിക്കുമ്പം ആ വിഷൻ വരും ആ ക്ലയൻറ്റിൻ്റെ പറ്റി. യൂണിവേഴ്സ് തരുന്നതാ എനിക്ക്. യു ഫർഗോട്ട് ടു ടെൽ സംതിങ്, ഇത് പറയണോ എന്ന് പോയിട്ട് പിന്നെ ഞാൻ അവരെ വിളിച്ചിട്ടത് പറയും. ആദ്യം ഞാൻ ഈ ജേർണിയിൽ ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ഐ വാസ് ത്രോൺ ഇൻസൈഡ് ദ ഓഷൻ ഓഫ് സ്പിരിച്വാലിറ്റി ആൻഡ് ഐ വാസ് ആസ്ക്ഡ് ടു സ്വിം ഓൺ മൈ ഓൺ ബിക്കോസ് എനിക്ക് ഗുരു ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുത്ത സാധനങ്ങൾ. അപ്പോൾ ഫോർ മീ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് സംടൈം. ഒരുപാട് 2-3 ക്ലയൻറ്റ്സ് വന്നാൽ ഇത് ഏത് ക്ലയൻറ്റിന് വേണ്ടിയാണ് യൂണിവേഴ്സ് എനിക്ക് മെസ്സേജ് തരുന്നതെന്ന്. ഓക്കെ, ബിക്കോസ് ഐ ഹാവ് ടു ഗിവ് ഇറ്റ് റൈറ്റ് ക്ലയൻസിന് നമുക്ക് മെസ്സേജ് കൊടുക്കും. പിന്നെ താനേ പഠിച്ച് മനസ്സിലാവും ഈ ക്ലയൻറ്റിന് വേണ്ടിയാണ് ഈ മെസ്സേജ് എന്ന്. പിന്നെ ഫോൺ ചെയ്ത് അവരുടെ അടുത്ത് പറയും. അങ്ങനെ തന്നെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ വാസ് ഡിഫിക്കൾട്ട് ബട്ട് ഇറ്റ് വാസ് സ്മൂത്ത് ബിക്കോസ് യൂണിവേഴ്സ് ഹോൾഡ് മൈ ഹാൻഡ് ആൻഡ് ഐ ട്രസ്റ്റ്. ഞാൻ എപ്പോഴും സറണ്ടർ മോഡിലാണ്. ഞാൻ ഒരിക്കലും ഞാൻ എന്ത് പറഞ്ഞാലും സറണ്ടർ ഇസ് നോട്ട് ലൈക്ക് യുനോ നമുക്ക് എന്തെങ്കിലും ഇപ്പോഴത്തെ ആൾക്കാർ സറണ്ടർ ചെയ്യുന്നത് എങ്ങനെ അറിയും. എനിക്ക് എക്സാം കൊടുത്തു, അപ്പം ദേ വോണ്ട് ടു ബി ഔട്ട് ഓഫ് ഫിയർ, ഞാൻ ദൈവത്തിന് സറണ്ടർ ചെയ്തു. അതല്ല സറണ്ടർ. സറണ്ടർ ഇസ് ദാറ്റ് യു സറണ്ടർ സോ മച്ച് ടു ഗോഡ് ദാറ്റ് ഈവൻ ഇഫ് യുവർ എനിമി, ഗോഡ് ടെൽസ് ടു ഫർഗിവ് യുവർ എനിമി. ഇന്ന് നിങ്ങളെ കൂടെ ആരെങ്കിലും മോശമായി പെരുമാറി, എന്തെങ്കിലും മോശമായി, ഇഫ് യു ടെൽ ദ യൂണിവേഴ്സ് വിൽ, if you will tell that you forgive that person, okay, universe will tell you forgive, you should have that to forgive that person, which is not adana surrender, that is the trust. So
that is how my transformation happened. It was smooth, it was difficult because I was trying to understand a lot of things within myself, but because it was holding my hand, universe was holding my, it became easier. ചേച്ചി ഈ ടാരറ്റ് റീഡിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂമറോളജി, സ്പിരിച്വൽ ഈ പരിപാടി എന്നൊക്കെ പറയുന്നത് പുറത്തുനിന്ന് കാണുന്ന മിക്ക ആളുകളും വിചാരിക്കുന്നത് ഇതൊരു സൈക്കോളജിക്കൽ എന്തോ ഒരു റീഡിങ് മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമെന്ന് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ എനിക്കറിയേണ്ടത് ചേച്ചി ഇപ്പോൾ ഒരു 10,000-3000 ക്ലയൻസുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചേച്ചി ഇതിനെ കാണുന്ന ഒരു പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, ഞാൻ ഐ വാസ് ഓൾവേസ് എ ബിലീവർ ഓഫ് ഓൾ കോസ്മിക്. എനിക്കൊരു ചെറിയ അഡീഷനും കൂടെ എന്ന് വെച്ചാൽ ആളുകൾക്ക് ഒരു പാറ്റേൺ, അങ്ങനെ ഒരു പാറ്റേൺ ചേച്ചിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ആഫ്റ്റർ ഒരു 3000 ക്ലയൻസിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഒരു പാറ്റേൺ ചേച്ചിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അല്ല നമ്മളെ കണക്ട് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും ഇൻ ടു ഓൾ ദിസ് റൈറ്റ്? ഇല്ല, ഇതിലൊരു പാറ്റേണേ ഉള്ളൂ. പാറ്റേൺ ആയിട്ട് അങ്ങനെ ഇല്ല, എല്ലാം ഡിഫറെൻറ്റാണ്. ടാരോട്ട് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. ടാരോട്ട് ഇസ് സംതിങ് which doesn't need date of birth, time of birth, place of birth, ഒന്നും വേണ്ട. If the reader's intuition is good, she can predict looking at the cards. Okay, tarot is beautiful. It talks about your past life. It is a guidance and direction. നമ്മളുടെ ടാരോട്ടിന് we say it's a psychological tool. It can even read your mind. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ പോലും അഗർ ഇഫ് ഇറ്റ് ഇസ് എ ഗുഡ് റീഡർ ദെൻ ഷീ ക്യാൻ ടെൽ, പറയാൻ നോക്കും എന്തോ പാസ്റ്റ് ലൈഫ് ബ്ലോക്കേജസ്. അതേ സ്ഥാനത്ത് എസ്ട്രോ സയൻസ് ആകുമ്പോൾ എസ്ട്രോളജി എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ആ ജാതകം ഉണ്ടാക്കുന്നതും ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ്, അതൊരു സയൻസാണ് അല്ലേ? അത് ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് യുവർ ബർത്ത് ചാർട്ടാണ്. ടാരോട്ട് ഇസ് ദ പ്രഡിക്ഷൻ, ഇവിടെ ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ദ ന്യൂമറോളജി, അത് നമ്പർ അനുസരിച്ച് നമ്മൾ പറയുന്നതാണ്. പാറ്റേൺ, ഇഫ് യു ആർ ആസ്കിങ് മീ ഫോർ എ പാറ്റേൺ, ദർ ഇസ് നോ പാറ്റേൺ ഇൻ ദിസ്, റൈറ്റ്? വെൻ ഐ സ്റ്റാർട്ടഡ് ആൻഡ് വിത്ത് ടൈം my belief system is like saying that, you know, there's something in this. Okay, especially you imagine something like tarot, only there are 78 cards and we can predict your past birth without your date of birth, time of birth, place of birth. അത് എങ്ങനെയാ അല്ലേ? അത് ഞാൻ ഇത്ര വർഷം കൊണ്ട് ചെയ്യുമ്പം I know what kind of, you know, accuracy and how people have benefited out of it. മനസ്സിലായില്ലേ? Even like, for example, if you have some problem in any part of your body, there's some disease that shows in the tarot. അത്ര നമ്മൾ, പക്ഷേ the reader who is reading should be good and should have a good intuition. Okay, this is nothing playful. ഇത് ഭയങ്കര ഒരു മിറക്കിൾ പോലെ ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് സയൻസും പറയാം, ഓക്കെ, യൂണിവേഴ്സ് എന്നും പറയാം. ഞാൻ ടാരോട്ട് ചെയ്യാനിരിക്കുമ്പോൾ ഞാൻ അത്രേ വിചാരിക്കത്തുള്ളൂ, ഞാൻ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യും. ഞാൻ അവിടെ എല്ലാവരെയും വിളിക്കും, വരുന്ന ആളുടെ ആൻസിസ്റ്റേഴ്സിനെ വിളിക്കും, എൻ്റെ ആൻസിസ്റ്റേഴ്സിനെ വിളിക്കും, എൻ്റെ ഹോളി സ്പിരിറ്റ് ഗൈഡ്, ഗോഡ് എല്ലാവരും ഇവിടെ ഇൻവൈറ്റ് ചെയ്യും ആ റീഡിങ്ങിൽ. ഞാൻ യൂണിവേഴ്സിൻ്റെ അത്രേ പറയത്തുള്ളൂ, ഐ ആം ദ മീഡിയം ബിറ്റ്വീൻ യു ആൻഡ് ദ പേഴ്സൺ ഹു ഹാസ് കം ടു റീഡ് ദ ടാരോട്ട്. ഓക്കെ, ഞാനല്ല പറയുന്നത്, യൂണിവേഴ്സാണ് പറയുന്നത്. ഫ്രം മൈ സൈഡ് യൂണിവേഴ്സ് ഇസ് സ്പീക്കിംഗ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ പോലും ഇരിക്കത്തില്ല ഞാൻ എന്തോ പറയും. അപ്പോൾ ഞാൻ എപ്പോഴും ക്ലയൻസിൻ്റെ അടുത്ത് പറയും, യു ഷുഡ് റൈറ്റ് ഡൗൺ, ഡോണ്ട് ആസ്ക് മീ ദാറ്റ് അഗെയിൻ. ബിക്കോസ് ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഇരിക്കത്തില്ല, ബിക്കോസ് അത് ആ ഇതിൽ പറയുന്നതാണ് നമ്മൾ. ഓക്കെ, സോ ദർ ഇസ് നോ പാറ്റേൺ ആസ് സച്ച്. ബട്ട് ആസ് ഡേ പാസ്ഡ് ഫ്രം 1 year to 2nd year to 3rd year, things was so clear to me and I felt that everything is in front of you. നമുക്ക് എല്ലാവർക്കും ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. പക്ഷേ ഇന്നത്തെ സമയത്ത് നമ്മൾ വി ആർ സോ സ്ട്രെസ്ഡ്, വി ആർ ഡൂയിങ് സോ മച്ച് ഓഫ് മൾട്ടി ടാസ്കിങ്, വി കാൻ ലിസൺ ടു അവർ ഓൺ വോയിസ്, വി കാൻ ലിസൺ ടു അവർ ഓൺ ഇൻറ്റ്യൂഷൻ അല്ലേ? അപ്പം ദർ ആർ പീപ്പിൾ ലൈക്ക് അസ് ഹു ആർ ബ്ലെസ്ഡ്, വി ക്യാൻ ഹെൽപ്പ് യു, ബട്ട് ദർ ഇസ് നോ pattern as such. Everything is individual, okay, and everything has its own advantages and it helps you in your life. ഇതൊരു ഡയറക്ഷനാണ്, ഒരു ഗൈഡൻസ് ആണ്. നമ്മൾ പറയത്തില്ല നമ്മളെ ലൈഫിൽ ഒരു ഗുരു ഉണ്ടെങ്കിൽ നമ്മൾ തെറ്റത്തില്ല എന്ന് പറയത്തില്ലേ? ഇപ്പോൾ ഇഫ് യു വോണ്ട് ടു ഗോ ഫ്രം SFS to the airport, Trivandrum airport, if somebody will guide you, you will go directly there, right? Other if you don't know the route and nobody is there to guide you, you might reach there in 4 hours. That's the same thing what I do through tarot. I guide them, direct them so they can choose the right path, right time il choose ചെയ്യാവും without wasting any time. അല്ലേ? പിന്നെ എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. നിങ്ങളിപ്പം വിചാരിക്കും ഈ
ഐ വോണ്ട് ടു ഗോ ടു ശ്രീലത ടു ഡു ടാരോട്ട്. പക്ഷെ വേറെ ഒക്കത്തില്ല, ഡിവൈൻ ടൈമിംഗ് വന്നില്ലെങ്കിൽ. ഒരുപാട് പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ യൂണിവേഴ്സ് അതിൻ്റെ ആൻസർ ആ സമയത്ത് തരത്തില്ല. അപ്പം ഞാൻ പറയും അവരുടെ അടുത്ത്, ക്ലയൻസിൻ്റെ അടുത്ത്, ഞാൻ ചുമ്മാ ഒന്നും പറയത്തില്ല. ഞാൻ പറയും ആൻസർ ഇസ് ഐ എം നോട്ട് ഗെറ്റിംഗ് ദ ആൻസർ, സോ ഐ കാൺ ഗിവ് യു ദ ആൻസർ റൈറ്റ് നൗ. എന്തെങ്കിലും ഉണ്ടാക്കി അങ്ങനെ പറയത്തില്ല, കിട്ടുന്നില്ല ആൻസർ. ഓക്കെ, ചിലപ്പം തരത്തില്ല, ബിക്കോസ് ഫോർ യൂണിവേഴ്സ് ദാറ്റ്സ് നോട്ട് ദ ടൈം ദാറ്റ് പേഴ്സൺ ഷുഡ് നോ ദ ആൻസർ ഫോർ ഇറ്റ്. അപ്പോൾ പറയത്തില്ല, അപ്പോൾ അവിടെ തന്നെ വിടും. പാറ്റേൺ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. ഇതെല്ലാം ഒരു ഫ്രീ ഫ്ലോ ഒരു കാര്യമാണ്. നമ്മൾ എത്രയുടെ മൈൻഡ് ഫ്രീ വയ്ക്കും, നമുക്ക് എല്ലാവർക്കും ഇൻറ്റ്യൂഷൻ ഉണ്ട്. നമ്മൾ അകത്തോട്ട് നോക്കിയാൽ നമുക്ക് തന്നെ നമ്മൾ ആൻസർ, ബട്ട് വി ഗോ ടു 10 പ്ലേസസ് ടു ഗെറ്റ് ആൻസേഴ്സ് അല്ലേ. അതെ ചേച്ചി. ഇപ്പോൾ ഒരു ഇത്രയും ക്ലയൻസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ക്ലയൻറ്റ്, പേര് പറയണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഒരു സ്പെസിഫിക് ക്ലയൻറ്റോ അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റോ ചേച്ചിനെ ഒരുപാട് മൂവ് ചെയ്തൊരു ഇൻസിഡൻ്റ് ഒന്ന് ഷെയർ. ഞാൻ ഇപ്പം തന്നെ ഞാൻ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അതൊരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഞാൻ ഹീലിംഗ് ചെയ്യും, സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയും. ആ ഹീലിംഗ് എൻ്റെ സ്വന്തമായിട്ട് ഒരു ടെക്നിക് ഞാൻ യൂസ് ചെയ്യുന്നത്, ബിക്കോസ് ഐ എം എ സൈക്കോളജിസ്റ്റ്, സോ ഐ എം എ ട്രെയിൻ തെറപ്പിസ്റ്റ് ഓൾസോ. ഓക്കെ, സോ ഞാൻ എന്തോ ചെയ്യും, സ്പിരിച്വാലിറ്റിയും സൈക്കോളജിയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഹീൽ ചെയ്യുന്നത്. അപ്പോൾ ദർ വാസ് എ ലേഡി around 45-year-old. She came to me for tarot. Okay, so she was in a very bad condition. Okay, and she spoke to me because she got married once. Adu work out chedilla. She had a son from that. She got married again when this son was 10-year-old. That also didn't work. Okay, there also she had a son. Okay, ipo ini aa രണ്ടാമത്തെ ഹസ്ബൻഡിനെയും കൂടെ വേണ്ടാന്ന് വെച്ചാ ഷീ ഫെൽ ദറ്റ് സൊസൈറ്റി വിൽ ബ്ലെയിം ഹെർ അല്ലേ, ബിക്കോസ് ആദ്യത്തെ പോയി പിന്നെ രണ്ടാമത്തെ പോയി. അപ്പം ഷീ വാസ് ക്രൈങ്, ഷീ ഡിഡ് ടാരോട്ട്, എനിക്കെല്ലാം ക്ലിയറായി. അപ്പം ഞാൻ പറഞ്ഞു നീ ഹീലിംഗ് ചെയ്യേ. ഓക്കെ, ബിക്കോസ് പ്രോബ്ലം എന്തോ അറിയാം, നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ പ്രോബ്ലം വരുമ്പം ഓക്കെ ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്, നമ്മളത് വിടുന്നത് കുഴപ്പമില്ല, വിട്ടിട്ട് ഉടനെ തന്നെ വേറെ റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ നമ്മൾ ആ എനർജിയെ കൊണ്ടാണ് കയറുന്നത്. ഓക്കെ, നമ്മൾ ഫുൾ ഹീലായിട്ട് പിന്നെ സെക്കൻഡ് റിലേഷൻഷിപ്പിൽ കയറണം. സോ ഷീ ഡിഡ്ന്റ് ഡു ദാറ്റ്. ഷീ ജംപ്ഡ് ഇൻ ടു ദ സെക്കൻഡ് റിലേഷൻഷിപ്പ് വേർ ഷീ ഹാഡ് എ സൺ ദെയർ ഓൾസോ. ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. അപ്പോൾ ഷീ കെയിം ടു മീ ഫോർ ഹീലിംഗ്. സോ ഞാനിങ്ങനെ അവരെ ഹീലിംഗ് തുടങ്ങിയപ്പം, ഞാൻ സൗണ്ട് ഹീലിംഗും വാട്ടർ ഹീലിംഗ് ആണ് ചെയ്തത്. അപ്പം ഞാൻ സൗണ്ട് ഹീലിംഗ് വാട്ടർ ഹീലിംഗ് ചെയ്ത് ഞാൻ ഹീലിംഗ് തുടങ്ങിയപ്പോൾ അവർ ഓരോ ഓർഗനെയാണ് ഞാൻ ഹീൽ ചെയ്യാൻ നോക്കിയത്, ബിക്കോസ് ഷി വാസ് ഫുള്ളി ഗോൺ ഫ്രം ഇൻസൈഡ്. അപ്പം ഞാൻ ഹീലിംഗിൻ്റെ മുമ്പേ അവരെ ആൻസിസ്റ്റേഴ്സ്, എൻ്റെ ആൻസിസ്റ്റേഴ്സ്, നമ്മളെ പിതൃ എന്ന് പറയത്തില്ലേ, അവരെ വിളിക്കും. പിതൃ, നമ്മൾ മരിച്ചുപോയി, നമ്മളെ അമ്മൂമ്മ അപ്പൂപ്പൻ, അവരെല്ലാം നമ്മളെ പിതൃവാ. അപ്പോൾ അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അവരെ വിളിച്ചു, ബിക്കോസ് ഷീ നീഡഡ് ഹീലിംഗ് ഫ്രം ദെം ഓൾസോ റൈറ്റ്. അവരെ വിളിച്ചു, ഗോഡിനെ വിളിച്ചു, എല്ലാവരെയും അവിടെ ഞാൻ വിളിച്ചു നമ്മളെ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ഹീലിംഗ്. ബിക്കോസ് നമ്മൾ ഹീൽ ചെയ്യുന്നതിൽ വി ആർ നോട്ട് ഡോക്ടേഴ്സ് റൈറ്റ്, വി ആർ നോട്ട് യൂസിങ് മെഡിസിൻ, വി ആർ യൂസിങ് എനർജി. വാട്ട് എനർജി? വി ആർ യൂസിങ് സ്പിരിച്വൽ എനർജി, കോസ്മിക് എനർജി അല്ലേ. അപ്പോൾ വി കോൾ ഓൾ ദിസ് പീപ്പിൾ ഹു ആർ പോസിറ്റീവ് ഫോർ അസ്. അപ്പോൾ ഐ ഫിനിഷ് ദ ഹീലിംഗ് ഒരു 11:30 വന്നായിരുന്നു. അപ്പോൾ 12:30 ഹീലിംഗ് കഴിഞ്ഞിട്ട് അവർ ആ ഹീലിംഗിൻ്റെ ആ ബെഡിൽ കിടക്കുക. അപ്പം ഞാനിങ്ങനെ അവരെ കുറച്ച് പ്യൂരിഫൈ ചെയ്തു, സോൾട്ട് വാട്ടർ കൊണ്ട് പ്യൂരിഫൈ ചെയ്തിട്ട് പിന്നെ ഞാൻ അവരെ ഉറങ്ങാൻ കൊടുക്കും. അവർ എണിക്കും. നോർമലി എൻ്റെ ക്ലയൻസ് 1 മണിക്കൂറാവുമ്പോൾ എണിക്കും. ഷീ ഡിഡ്ന്റ് ഗെറ്റ് അപ്പ് ഫോർ 4 hours. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ച് പേടിയായി. 4 hours കൊണ്ട് അപ്പം ഞാൻ പോയിട്ടൊന്ന് ചെയ്തപ്പോൾ ഒരു നോർമലായി ഉറങ്ങുക. 4 hours ആവുമ്പം 12:30 ഹീലിംഗ് കഴിഞ്ഞിട്ട് 4:15 ആയപ്പോൾ എണിച്ചു. ഷീ ഗോട്ട് അപ്പ്. സോ ഐ സെഡ്, Did you sleep? She said, I didn't sleep. I felt my grandmother came and I was sleeping on her lap. Okay, and she was trying to put her hand on my ഇങ്ങനെ തടത്തില്ല നമ്മൾ, ഒരു കാലും തടവി കൊടുത്തു. ആൻഡ് ഷീ ഈസ് ടു സ്റ്റേ വിത്ത് ഹർ ഗ്രാൻഡ് മദർ ഇൻ ദ ചൈൽഡ്ഹുഡ്, ജോയിൻറ്റ് ഫാമിലിയിൽ. അപ്പം ഞാൻ ഹീൽ ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഒരു സമയത്ത് പറഞ്ഞു, ആരോ വന്നു, ഒരു ആൻസിസ്റ്റൻ്റ് ഒരു ഫീൽ, നമുക്ക് ആ സോൾ വന്നതിൻ്റെ ഫീലിംഗ് എനിക്ക് വന്നു. അപ്പോൾ ഇതും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് കൺഫേം ആയി, ഓക്കെ അവൾ ഹീലായി. ഓക്കെ, അത് ഭയങ്കര ഒരു മിറക്കിൾ അല്ലേ. ബിക്കോസ് ആ ഒരു സിറ്റിങ്ങിൽ ഷി വാസ് ഹീൽ ടു എ എക്സ്റ്റെൻഡ്. അത് കഴിഞ്ഞ് 2-3 ഹീലിംഗ് സെഷൻ എടുത്തു. ബിക്കോസ് നമ്മൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ വിടാൻ പാടില്ല. വി ഹാവ് ടു കണ്ടിന്യൂ ദാറ്റ് ഹീലിംഗ് അല്ലേ. നമ്മളൊരു മെഡിസിൻ എടുക്കുമ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ഈ ഹീലിംഗിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. അത്ര സെഷൻ കംപ്ലീറ്റ് ചെയ്താലേ അത് അവിടെ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും you'll jump back. It will relapse on you, right? So she felt very good and she was so happy that her grandmother came and healed her.
സോ ഇതെല്ലാം യൂണിവേഴ്സാണ്. നമുക്ക് വി വോണ്ട് ടു ട്രസ്റ്റ്, വി ക്യാൻ ട്രസ്റ്റ്. വി ഡോണ്ട്, ഇറ്റ്സ് ഫൈൻ. സോ that was one incident which actually, as a healer, I have healed a lot of people, but this was something which was like, because that grandmother coming and healing and, putting her hand on her head, on her feet, ആ ഫീറ്റിൽ അവർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നത്, ആ ഫീറ്റ് ഹീലായി. ഇനി ആക്ച്വലി അടുത്തൊരു സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു റിലേഷൻഷിപ്സ് ആ ഒരു സൈഡിലേക്ക്, ഇപ്പോൾ ചേച്ചി പറഞ്ഞതുകൊണ്ട് ആ ഒരു സൈഡിലേക്ക് ഞാനൊന്ന് കയറാൻ പോവാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈഫിൽ കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത് കരിയർ ഫെയിലിയർ കൊണ്ട് ആവാറില്ല പലപ്പോഴും, പക്ഷെ കൂടുതലും റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ് വരുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ആ ഒരു സ്റ്റെബിലിറ്റി വരാതിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഇതിനെപ്പറ്റി കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് എന്നെനിക്കറിയാം. കാരണം ഞങ്ങൾ കുറച്ച് മുമ്പ് സംസാരിച്ചായിരുന്നു, എനിക്ക് അതൊന്ന് പുറത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. ചേച്ചി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾ ചേച്ചിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ചേച്ചി അടുത്ത് പറയുകയാണ്, എൻ്റെ റിലേഷൻ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ചേച്ചി ഒരാളെ കാണുന്ന സമയത്ത് ചേച്ചിക്ക് മനസ്സിലാവും എന്തൊക്കെ ക്വാളിറ്റീസാണ് ഈ റിലേഷൻഷിപ്പ് ഒരുപാട് കാലം കൊണ്ടുപോകത്തില്ല. ആ തിരിച്ചറിവുണ്ടല്ലോ, അത് ഒരാളെ കാണുന്ന സമയം ചേച്ചി എന്തൊക്കെ പാറ്റേൺസ് ആണ് നോക്കുന്നത്, അല്ലെങ്കിൽ അത് ഒന്ന് ഷെയർ ചെയ്യാമോ? അപ്പോൾ ഞാൻ റിലേഷൻഷിപ്പ് കോച്ചുമാണ്. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വരും. അവർക്ക് ഇന്നത്തെ കാലത്ത് there is lot of relationship problem അല്ലേ. റിലേഷൻഷിപ്പ് ഇസ് നോട്ട് ലൈക്ക് ഹൗ ഇറ്റ് വാസ് ബിഫോർ അല്ലേ. ഇപ്പോൾ ഒരുപാട് റിലേഷൻഷിപ്പ് പ്രോബ്ലം ഉണ്ട്. ഞാനിപ്പോൾ ഒരാൾ ടാരോട്ട് ചെയ്യാൻ വന്നാലും, ഒരു കപ്പിൾ ടാരോട്ട് ചെയ്യാൻ വന്നാലും, ഞാൻ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഒന്നിച്ചിരുത്തത്തില്ല ടാരോട്ട് ചെയ്യാൻ. അപ്പോൾ അവർ പറയും എല്ലാവരും ടാരോട്ട് കാർഡ് റീഡേഴ്സ് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഒന്നിച്ചായിരുത്തുന്നതെന്ന്. പക്ഷെ ഞാൻ എപ്പോഴും പറയും അത് ഒക്കത്തില്ല. ബിക്കോസ് ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് യു ജസ്റ്റ് മാരിഡ് ടു ഈച്ച് അതർ, ബട്ട് എനർജി both energies are very different. Okay, being together there is an energy connect there. Okay, but your individual energies are different. So how can you be the same person? You're not. What is the mistake people make in a relationship is, as soon as they come together, okay, they start feeling that they should make each other happy. There's a pressure there. Alle, there's a pressure there. But why do you want someone to make you happy? Alle, you can individually be happy and then come together and share that happiness. That is more important, right? But everybody wants, husband will think wife should make me happy by doing certain thing, wife will think husband should make me happy by buying gifts for me or making me feel good or celebrating Valentine Day, whatever. Like, adur expectation aana alle. If you leave the individual the way they are, okay, with that space, okay, love always talks about, relationship always talks about space. There is no space. As soon as husband and wife they become, there is no space. You feel suffocated. Human mind is made like that. They need freedom. They need space to breathe. അല്ലേ, ആ ബ്രീതിങ്ങിൻ്റെ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ സഫോക്കേറ്റ് ആയി പോകും അല്ലേ. കുറച്ച് ദിവസം ചെയ്യും, 1 day 2 day 1 month 3 months 4 months, then relationship starts draining. There's a pull, then you are going apart from each other. Communication, second thing, most important thing which today people don't do, because half the time they are on the mobile. They don't communicate through message. Alle, quality communication is not there between husband and wife. Right? So many times when, as a relationship coach, when the couple is coming and I'm doing counseling for them, when they talk to me, both of them, they come to know about each other. They are staying with each other inside under the same roof, okay, for 10 years, but when they talk to me, they come to know this is what is happening. Do they need me if they can talk to each other? അല്ലേ, നമുക്ക് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കും. കമ്മ്യൂണിക്കേഷൻ ഇസ് കീ ടു എനി റിലേഷൻഷിപ്പ്. ഇഫ് യു ഡോണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമൽ ആൻഡ് ഹ്യൂമൻ? എന്തോ ഡിഫറൻസ്? കമ്മ്യൂണിക്കേഷൻ അല്ലേ. ആനിമലിന് ഫീലിംഗ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. നമുക്ക് ആ ബ്ലെസ്സിങ് ഉണ്ട്. പക്ഷേ ടുഡേ ദ മോസ്റ്റ് ഹ്യൂമൻസ് ഫെയിൽ ഇസ് കമ്മ്യൂണിക്കേഷൻ. റൈറ്റ്? ദ കറന്റ് ജനറേഷൻ, the millennials, the Gen Zs, communication. Yeah, as we are coming out of one generation to other, the communication is lowering down. Now the communication is only mobile. It is something you have to have a very clear and a correct communication and the right communication at the right time.
what you have to communicate today, if you communicate, it will be more effective than you communicating that after 2 days. അല്ലേ? ഒന്ന് സ്പേസ് കൊടുക്കണം, കമ്മ്യൂണിക്കേഷൻ വേണം, ഇൻഡിവിജ്വലിനെ ഇൻഡിവിജ്വലായിട്ട് വച്ചിരിക്കണം. ഓക്കെ, നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് യു ഡോണ്ട് ഓൺ ഈച്ച് അതർ, അല്ലേ? അല്ലെങ്കിൽ പിന്നെ നാളെ വല്ല ഡിവോഴ്സായി സെപ്പറേഷൻ ആകുമ്പോൾ പിന്നെ അത് അല്ലേ, how do you manage that? After that also you're managing individually. Why don't you be in a relationship and manage each other individually, na? But come together, have dinner, go out for dinner, enjoy, communicate. ബേർഡൻഫുൾ എപ്പോഴാണ് ആവുന്നത്? എക്സ്പെക്ടേഷൻ ഒരുപാടാവുമ്പോൾ. ഞാൻ പറയുന്നില്ല, ആസ് എ ഹ്യൂമൻ വി ഓൾ ഹാവ് എക്സ്പെക്ടേഷൻ, അല്ലേ? എക്സ്പെക്ടേഷൻ ഇല്ലാതെ നമുക്ക് ദാറ്റ്സ് എ ഹ്യൂമൻ മൈൻഡ്, അല്ലേ? So that we have learned also through conditioning. We see our mother doing for our father bringing money and giving to the family. So we are having conditioning. But with time we have to understand things have changed. We have to the couples have to hold hand with each other and walk with each other with clear communication, with good space, allowing the individual to grow in the way they want to grow. Alle. And spend some quality time, which is lacking today. I don't think so. These are very big things which we can't do. അല്ലേ? ചെയ്യാനൊക്കെ അല്ലേ? പക്ഷെ ചെയ്യത്തില്ല ആൾക്കാർ. എനിക്ക് തോന്നുന്നത് കുറച്ച് ആ ഒരു ലെവൽ ഓഫ് ഇന്റലിജൻസും പലർക്കും ഡിഫറെന്റ് അല്ലേ? അത് അല്ല, അത് അങ്ങനല്ല. അത് ബിക്കോസ് there is some kind of conditioning coming from somewhere. Okay, expectation. കണ്ട് നമ്മൾ ജനറേഷൻ ടു ജനറേഷൻ, ഇപ്പോൾ എല്ലാ ജനറേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വേറെയാണ്. നമ്മൾ ജെൻസീരെ നോക്കിയാൽ അത് വേറെയാണ്, ആൽഫേരെ നോക്കിയാൽ വേറെയാണ്, മില്ലേനിയൽസിനെ നോക്കിയാൽ വേറെയാണ്. വെൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഡിഫറെൻറ്റ്, വൈ യു വോണ്ട് ടു ഹാവ് ദറ്റ് കണ്ടീഷനിങ്? അല്ലേ? നിങ്ങൾ എല്ലാ ജനറേഷനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടാണ് വരുന്നത്. അപ്പം നമ്മൾ അമ്മയും അച്ഛനും ഉള്ള പോലെ നമുക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. എന്നെ പോലെ എൻ്റെ താഴെയുള്ള ജനറേഷന് ജീവിക്കാൻ ഒക്കത്തില്ല, അല്ലേ? So because your characteristics are different, you have to mold yourself as per your characteristic. Your characteristics is something, and you are looking at your old patterns of your mother, father, and how they lived, and father provided for mother and mother was cooking. That won't happen now. We are all multitasking, alle? Even today, even earning money for both of them is equally important, right? Because of the expense, and it's very costly today, everything is, right? So burden is for in every way for both the partners, right? If the partners have that understanding and they are together to share that love and understanding, it's okay. What they can talk to me, they can talk to each other, alle? So those small things, space കൊടുക്കണം, സ്പേസ് കൊടുക്കണം. ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. ഓക്കെ ചേച്ചി, അത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു, ഇപ്പം സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം ആക്ച്വലി സോൾമേറ്റ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അത് ആക്ച്വലി ഒരു കൺവീനിയൻസ് ആണോ? എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായി, കൺവീനിയൻസ് ആണോ അതോ ആക്ച്വലി സോൾമേറ്റ്സ് ഉണ്ടോ? അല്ലെങ്കിൽ ഉള്ള ആളുകളെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഒന്ന്. അത് താനേ വരും, നമ്മൾ കണ്ടുപിടിക്കത്തില്ല, താനേ വരും. സോൾമേറ്റ്സ് ഉണ്ട്, സോൾമേറ്റ്സ് ഉണ്ട്, ട്വിൻ ഫ്ലെയിംസ് ഉണ്ട്. ട്വിൻ ഫ്ലെയിം ഇസ് ഇപ്പോൾ ഒരുപാട് റിസർച്ച് നടക്കുക ട്വിൻ ഫ്ലെയിംസിൻ്റെ. ട്വിൻ ഫ്ലെയിം ഇസ് someone like one soul divided into two parts and going into two different bodies. That one soul, ഒരു സോൾ ഡിവൈഡ് ആവും, രണ്ടായിട്ട് രണ്ട് ബോഡിയിലോട്ട് പോകും. അപ്പോൾ ഇവർ കണ്ടുമുട്ടുമ്പം ഒരു പുള്ളാണ്, ബിക്കോസ് ദ സോൾ ഇസ് ദ സെയിം. Okay, I myself am doing a research on this. Because there's a lot of people in the Western also, they are doing a research on this, because there are a lot of this thing, and for the twin flames to come together will be the most difficult thing, because universe will create a lot of problems for them, because adu oru soul aanu. Okay, അവർ എത്രയോ ബർത്തിൽ അവർ എവിടെയോ കണക്ട് ആയി their intensity was so much that one soul only divided in two and went into two bodies. Okay, പിന്നെ വരുന്നത് സോൾമേറ്റ് ആണ്. Soulmate is also someone where we feel a soul connection with that person, right? And ഇന്നത്തെ കാലത്ത് എല്ലാവരും കുറച്ച് സ്നേഹം വരുമ്പോൾ ഇത് എൻ്റെ സോൾമേറ്റ് ആണെന്ന്. പക്ഷെ അതായിരിക്കത്തില്ല. അത് കൺവീനിയൻസാ. കുറച്ച് കൂടുതൽ സ്നേഹം വന്നാൽ 4 ദിവസം സ്നേഹത്തിൽ അവർ സോൾമേറ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ ദേ വിൽ തിങ്ക് ദാറ്റ് ഓക്കെ ഹീസ് മൈ സേ. അതുപോലെ ഒരുപാട് സോൾമേറ്റ്സ് ഉണ്ട് ഒരാളിന്. അങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷെ കാണും സോൾമേറ്റ്. Even your mother can be your soulmate. Even your father can be. Even your sister can be. Your daughter can be your soulmate. But they have always put the soulmate means it should be a boy and a girl. Alle? A love relation. Alla.
Soulmate is what? As I said, it's a soul connection between two people, right? But that term is not, ഇന്നത്തെ ദിവസം അത് യൂസ് ചെയ്യുന്നത് റോങ് വേയിലാണ് ഇന്നത്തെ ജനറേഷൻ. എന്തെങ്കിലും കുറച്ച് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നിയപ്പോൾ ഇതെൻ്റെ സോൾമേറ്റ് ആണ്. അല്ല, അതല്ല. സോൾമേറ്റിൻ്റെ അതൊരു ഉണ്ട്, സോൾമേറ്റ് ഉണ്ട്. യു കാൺ ഫൈൻഡ് ദം, ദിൽ കം ടു യു. ഓക്കെ, നത്തിങ് യു ക്യാൻ ഫൈൻഡ്, ഇറ്റ് ഈസ് ഡെസ്റ്റിനൈഡ്. റൈറ്റ് ടൈം വരുമ്പം ദിൽ കം ടു യു. ബിക്കോസ് കാർമിക് പാർട്ട്നേഴ്സ് ഉണ്ട്, സോൾമേറ്റ് പാർട്ട്നേഴ്സ് ഉണ്ട്, ട്വിൻ ഫ്ലെയിംസ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഓക്കെ, എല്ലാം ഡിഫറെൻ്റ് ആണ്. കാർമിക് പാർട്ട്ണർ കംസ് ടു ടീച്ച് ലെസൺസ് ഇൻ യുവർ ലൈഫ്, അല്ലേ? കാർമിക്കലി കണക്റ്റഡ്. അവർ ഭയങ്കര ലോങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിൽക്കുകയും ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ്സ് ആർ കാർമിക് പാർട്ട്നേഴ്സ്. വെരി ലെസ് വിൽ ബി സോൾമേറ്റ് ഓർ ട്വിൻ ഫ്ലെയിം. മോസ്റ്റ് ഓഫ് ദം ആർ കാർമിക് പാർട്ട്നേഴ്സ്. അതല്ലേ ഹസ്ബൻഡ് വൈഫിൻ്റെ റിലേഷൻഷിപ്പ് ഇസ് ലൈക്ക് എ വെരി സ്ട്രേനിയസ് റിലേഷൻഷിപ്പ് ടുഡേ, അല്ലേ? ബിക്കോസ് ഇറ്റ്സ് എ കാർമിക് തിങ്, അല്ലേ? അതുപോലെ സോൾമേറ്റ്. സോ ദിസ് ആർ ഓൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. യു ഡോണ്ട് ഹാവ് ടു ഫൈൻഡ് ദം, ഇറ്റ് വിൽ കം ടു യു. നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുമോ? പ്രിപ്പറേഷൻ എന്ന രീതിയിൽ എന്തിനു വേണ്ടി? അല്ല, ഇപ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് റെഡി ആയിരിക്കാനോ അങ്ങനെ എന്തെങ്കിലും നമുക്കായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊന്നും ചെയ്യാം. അത് നമ്മളെ ലൈഫിലോട്ട് വരുമ്പം അത് നമുക്ക് മനസ്സിലാവും. അപ്പം പിന്നെ അവിടെ നിന്ന് ആ ജേർണി ഡിഫറെൻ്റ് ആയിരിക്കും നിങ്ങളെ. ഓക്കെ, പക്ഷെ ഇതിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത എക്സാം അല്ല, അപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒക്കത്തില്ല. സ്പിരിച്വാലിറ്റി, നത്തിങ് ഈസ് ഡിഫൈൻഡ്. If anybody is trying to define spirituality, it is wrong. Spirituality is open. Free-mindedness is spirituality. നമ്മൾ എത്ര കണ്ടീഷനിങ് മാറും, ഓക്കെ, അത് സ്പിരിച്വാലിറ്റി ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് ഫിയർ വിത്ത് ഗോഡ് ഓൾസോ. ഇപ്പോൾ ടെമ്പിളിൻ്റെ അടുത്ത് പോയാൽ നമ്മൾ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് പാസ് ചെയ്താൽ അയ്യോ അകത്ത് പോയില്ലെങ്കിൽ ദൈവം കോപിക്കും, അല്ലേ? ദൈവം ദേഷ്യപ്പെടും, കേഴ്സ് ചെയ്യും. Why will God curse you? God is your father and mother. Will father and mother curse the child? You have to love the God. Alle, you love the God and you feel that love. That is spirituality. Spirituality is a huge thing. It can't be closed. No defined, nothing is definition according to me. ഞാൻ മനസ്സിലാക്കിയത് spirituality is for people who are free-minded, who are free spirit, who can live beyond the society. For me, I don't have എനിക്കൊരു എക്സ്റ്റേണൽ വാലിഡേഷൻ്റെ ആവശ്യമില്ല. ആരെന്തോ പറയുന്നത് എനിക്ക് അതിൻ്റെ ഒരു ഇതുമില്ല. അവർ പറയും, അവർ പോവും. ഐ ഡോണ്ട് നീഡ് എക്സ്റ്റേണൽ വാലിഡേഷൻ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം, പീപ്പിൾ നീഡ് എക്സ്റ്റേണൽ വാലിഡേഷൻ, അല്ലേ? ഇപ്പം ഇഫ് യു ആർ വെയറിംഗ് റെഡ് കളർ ഷർട്ട്, യു ഫീൽ യു ആർ ലുക്കിംഗ് ഗുഡ്, റൈറ്റ്? ആസ് സൂൺ ആസ് യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ ഹൗസ്, സംബഡി ഈസ് കമ്മിങ് ആൻഡ് ടെല്ലിങ് യു, പറയും യു ആർ നോട്ട്, Ajin, you're not looking good. Odna thanne your mood will change. Like, maybe I'm not looking good. Adendo alle external validation alle. But why you want to seek that external validation? Adu because you don't have confidence in yourself. Alle. So don't go for external validation. Don't go as per what people are saying. Listen to them. നമുക്ക് എല്ലാവർക്കും ബ്രെയിൻ തന്നിട്ടുണ്ട്, അല്ലേ? ഒരു ഇൻറ്റ്യൂഷൻ തന്നിട്ടുണ്ട്. ഇല്ല, സ്പിരിച്വാലിറ്റി ഡസൻറ്റ് ഹാവ് എനി ഡെഫിനേഷൻ. And don't, how can I find this, how can I find that? Nothing. It will come to you at the right time. Let yourself free. Don't hold back. Let yourself free. എത്ര നമ്മൾ റിലാക്സ് ആയിട്ട് we let ourselves free, it's okay. Because നമ്മളിപ്പോൾ ടാരോട്ട് കാർഡ് റീഡർ ആയാലും നമ്മൾ മറ്റ് എസ്ട്രോളജി ആയാലും, പീപ്പിൾ വോണ്ട് us to be dressed also in a particular way. They can relate to us also in a particular. Tarot card reader should have all long nails. They should wear big rings. So many people have asked me also. But that has nothing to do with tarot. With the outer appearance, alle. So the only thing is spirituality means don't go finding anything, nothing. Just go with the flow. Try to understand what is happening within you. Accept that and leave. There is no one definition for spirituality. For you, spiritual growth would be different. For me, it would be different. Alle, ellarkum different aana. So that's all. ഒരു റിലേഷൻഷിപ്പ് കോച്ച് എന്നുള്ള രീതിയിൽ ഒരു 4-5 അഡ്വൈസ് തരാൻ പറ്റും? ഒരു റിലേഷൻ അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ നമ്മളെ തയ്യാറാക്കണം എന്നുള്ള രീതിയിൽ. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞത്, റിലേഷൻഷിപ്പിൽ പോകുമ്പം, അയ്യോ ഞാൻ റിലേഷൻ എന്ന് പറയുമ്പോൾ എടുത്തു പറയാണ്, ഇതിപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അത് മാത്രമല്ല എല്ലാ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് ആയിട്ടാണ്, എല്ലാം ഒന്ന് കണക്കിലാക്കിയിട്ട് നമ്മൾ അത് മാത്രമായിട്ട് ചേച്ചി ഒതുക്കണ്ട, മൊത്തത്തിലൊന്ന്.
ഏത് റിലേഷൻഷിപ്പ് ആയാലും ഇന്ന് നമ്മൾ എല്ലാ റിലേഷൻഷിപ്പ് ബേസ്ഡ് ആണ്. ഇപ്പം നമ്മളൊരു ഓഫീസിൽ പോയാൽ നമ്മൾ കലീഗിന് നമ്മളെ ബോസിൻ്റെ കൂടെ നമ്മളെ റിലേഷൻഷിപ്പ് എങ്ങനെ, എല്ലാത്തിനും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദ കമ്മ്യൂണിക്കേഷൻ. ഞാൻ കോർപ്പറേറ്റിലായിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ടു യുവർ സബോർഡിനേറ്റ്, ടു യുവർ ബോസ്, ടു യുവർ ലീഡേഴ്സ്. കമ്മ്യൂണിക്കേഷൻ, റൈറ്റ് ടൈമിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലേ, ഇപ്പം പറയുന്ന നാളെ പറഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് പോവും. അല്ലേ, അതിപ്പം പറയണം. You imagine you have to say something to your subordinate in the corporate, okay? So there's some message you want to pass on to the team member as a leader, okay? If I don't pass it today and they come to know by somebody else, that message will go in a different way. If you would have already passed that message, they know that this is actual the message. Alle, same for the husband and communication. When ഏത് റിലേഷൻഷിപ്പ് ആയാലും ഓവർ എക്സ്പെക്ടേഷൻ വെക്കല്ലേ. Okay, every relationship has its own limitation. You are unique in yourself, I am unique in myself, everybody is unique in themselves. Right, we don't have to look at someone and do what they have to do. Right, we don't have to copy any relationship. ഒരുപാട് പേര് ഒരു റിലേഷൻഷിപ്പിനെ കാണുമ്പം അവർ വിചാരിക്കും ആ റിലേഷൻഷിപ്പ് ഐഡിയൽ റിലേഷൻഷിപ്പാണ്, നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന്. പക്ഷെ നമുക്ക് അറിയത്തില്ല അത് ഐഡിയൽ ആണോ. അगर ഐഡിയൽ ആണെങ്കിൽ ഇറ്റ് ഇസ് ഐഡിയൽ ഫോർ ദെം as an individual, those two people. It can't fit you. Alle, everybody is different. So first is clear communication. As I said earlier also, expectation low. Individual, just treat yourself as an individual, and then you get into a relationship. As soon you to get into a relationship, you don't go and feel that okay, now you're not an individual. Alle, first thing people lose is individuality in a relationship. Alle, and to be also a part of the group, they want to be like a group. You can be a part of the group by being what you are. When you compromise too much in life, then everything starts feeling very heavy for you. Alle, to fit into something, you're compromising, right? Appam it won't work for long. എത്ര വർഷം കോംപ്രമൈസ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് 2-3 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷൻ സ്പേസ്, എക്സ്പെക്ടേഷൻസ് ലോ വെക്കണം. Be an individual. In whatever way you be yourself. What you feel good, do it. The other person has to accept you the way you are, and you have to accept the way he is or she is. Difficult പക്ഷെ impossible അല്ല. ട്രൈ ചെയ്താൽ ഇതെല്ലാം. പക്ഷെ people say no, it's very difficult, how can we do this, it's not possible, we have to be like this, we have to, my partner doesn't like me doing this, alle, I don't like me wearing this. You start wearing, after some time he will also get used to you. If you compromise there, what will happen, you're losing on yourself. Alle, you're losing on also. appa lose cheyan thodangumam, you feel you're sacrificing your life. When you start sacrificing your life, then you lose meaning to your own life. What you can give the other person. Alle, pinna strain varum. So these are very simple things which you can do. Okay, പക്ഷേ അത് വർക്ക് ചെയ്യും. ട്രൈ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ട്രൈ ചെയ്യേ. ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരു റിലേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല, എല്ലാം മൊബൈൽ ത്രൂ ആണ്. ഇപ്പോൾ AI എല്ലാം വന്ന ശേഷം എല്ലാം അതാണ്. ഇപ്പോൾ ChatGPT, എവറിത്തിങ് ഇസ് ലൈക്ക് പീപ്പിൾ ആർ ഓൺലി യൂസ് ടു ടോക്കിംഗ് ടു ChatGPT, AI, everything. Technology is good for our growth, but human to human interaction should not be, because human touch, human interaction is equally important. Right? AI and technology, everything is good for us, for our growth. The growth of the company, growth of the city, growth of the country, everything is good. For individually, you need human. Alle, you can't have robots inside. Can you get married to a robot? No. Right? You have to get married to a human. അല്ലേ. സോ അതിലേക്ക് പോകുന്നുണ്ട്. അതെ, പിന്നെ എന്തോ ആയിരിക്കും. ഇപ്പൊ ഒരു ഡിസാസ്റ്ററാ അല്ലേ. ചേച്ചി ഇപ്പം ചേച്ചി ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ ഡെസ്റ്റിനിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളെന്ന് വിചാരിക്കാം. അപ്പം ഒരാളുടെ ഡെസ്റ്റിനി ഓൾറെഡി റിട്ടൺ ആണെന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഇമ്പോസിബിൾ ആണ് അതിനെ റീറൈറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് കുറച്ച് ചേഞ്ചസ് അതിൽ കൊണ്ടുവരാം. അക്കോർഡിംഗ് ടു മീ വി കാൻ ചേഞ്ച് അവർ ഡെസ്റ്റിനി. അക്കോർഡിംഗ് ടു മീ, ബിക്കോസ് വാട്ട് ഈസ് യുവർ ഡെസ്റ്റിനി? ദ പ്ലാനറ്റ്സ്. നമ്മൾ ജനിക്കുമ്പം
ഈ കൊച്ച് ജനിക്കുമ്പം വി ആർ ഗിവൻ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്. എൻ്റെ അടുത്ത് പറയും ബർത്ത് ചാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി. അത് എന്തോ പറയുന്ന മലയാളത്തിൽ അതിനെ ജാതകം ഉണ്ടാക്കാൻ പറയും അല്ലേ. ആ ജാതകം ഉണ്ടാക്കി കഴിയുമ്പം മനസ്സിലാവും ഈ കൊച്ച് എന്തോ പഠിക്കും, എവിടെ ഇരിക്കും, എന്തോ പൊസിഷനിലിരിക്കും, എന്തോ ഫീൽഡിലാണ് പോകുന്നത്. വേർ ദ പ്ലാനറ്റ്സ് ഇൻ 12 ഹൗസസ് വേർ എവർ ദ പ്ലാനറ്റ്സ് ആർ സിറ്റിംഗ്. ഓക്കെ, നിങ്ങളെ നക്ഷത്രം എന്തോ ലഗ്നം എന്തോ അതനുസരിച്ചെല്ലാം വരും. അപ്പോൾ ഇറ്റ് ഇസ് ഓൾറെഡി റിട്ടൺ ഇത്. ആൻഡ് ഓൾ ദിസ് ഇസ് റിട്ടൺ ആസ് പെർ യുവർ പാസ് കർമ്മ അല്ലേ. പാസ് കർമ്മയിലനുസരിച്ചാണ് ഈ പ്ലാനറ്റ്സ് പോയിട്ട് ഓരോ പൊസിഷൻസിൽ ഇരിക്കുന്നത്. ആ പൊസിഷൻ അനുസരിച്ചാണ് ഓരോന്ന് നടക്കുന്നത് നമ്മളെ ലൈഫിൽ. അപ്പോൾ ഓൾറെഡി ഇരിക്കുന്ന കാര്യത്തിൽ you can't rewrite something totally, but you can make a slight change here and there by doing good karma. ഓക്കെ, ഈ ബർത്തിൽ നമുക്ക് കുറേ ഗുഡ് കർമ്മ ചെയ്തിട്ട് അതിനെ കുറച്ച് ഏതെങ്കിലും പ്ലാനറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ പ്ലാനറ്റിൻ്റെ എന്തോ ഇമ്പോർട്ടൻസ്. ഓക്കെ, സോ there was a client who came to me and he's a businessman and he's just 26-year-old. He's running a lot of business. Okay, but he had some problem. He has continuous problems. So he used to always come and cry in front of me and all that. I just told him there's some problem with your Rahu. Okay. So Rahu deals with the washrooms. Okay. So I just told him that, you need to wash your own washroom. Don't allow anybody to wash your bathroom. Okay. He's so from a elite family. He doesn't even take his own water on his own. But I made him do that. Okay. So certain things, certain action of us or behavior of us can change little bit in us, but not to a huge extent. Okay, destiny is destiny. Okay, we can't change much. It's not possible. That's my belief. പക്ഷേ കുറച്ച് ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാം നമ്മളെ ബിഹേവിയർ. പക്ഷേ ഇത് മോർ ദൻ ഡെസ്റ്റിനി വാട്ട് സംടൈം പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് ഹാപ്പനിങ് വിത്ത് ദെം. So when they come to me or come to someone like me, they can guide. അവർക്ക് ഗൈഡൻസ് കൊടുക്കുക. നിങ്ങൾ ഈ പ്ലാനറ്റ്സ് ഇവിടെ ഇരിക്കുന്ന കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഓക്കെ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഡു സംതിങ് ലൈക്ക് if you have some problem in some one of the planets, ആ പ്ലാനറ്റ്സ് എന്തിൻ്റെ റൂൾ ചെയ്യുന്നത് ഓക്കെ, അതനുസരിച്ച് ഞാൻ അവർക്ക് റെമഡി കൊടുത്ത് അവരത് ചെയ്താൽ ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് വരും. Okay, so if you're destined, you will reach that time to the right person who can give you guidance. If your karma is good. Okay, so you can change that little bit. പക്ഷേ destiny is written. ചേച്ചി അവസാനം കറക്റ്റ് വാക്കിലേക്ക് വന്നു. കർമ്മ ഇസ് ഗുഡ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ്. ഇപ്പം നമ്മുടെ ഡെസ്റ്റിനി ചിലപ്പം റിട്ടേൺ ആയിട്ടുള്ളത് ഗുഡ് കർമ്മ ബാഡ് കർമ്മ കൊണ്ടായിരിക്കാം. നമുക്ക് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ കർമ്മ നന്നാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ കഴിഞ്ഞു പോയത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. only one thing you can do, right? Morning till evening you just watch your behavior. ഞാൻ പറയും, I always say, if you don't go to temple it is okay. If you don't go and offer flowers to God it's okay. But morning till evening try not to hurt anyone. Right? By your words or by your action. Okay. If you are somewhere, you are a boss and you have to scold your team member, that is a part of your work. But that also you can do it in a way where you can get the work out. So karma is always, I feel like, if you do good karma, okay, by your behavior, by what you speak, don't hurt anyone. Okay, don't harm anyone. ചേച്ചി ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് കണക്ട് ചെയ്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാളുടെ ഇൻറ്റൻഷൻ, ഇപ്പം ഞാനും ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന, പക്ഷേ എൻ്റെ ഇൻറ്റൻഷൻ ഒരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്തെടുപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാലറി കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അറിയില്ല അത് എന്തിനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല. അപ്പം നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അവരിത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രോസസ്സ് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കായി നടന്നങ്ങ് പൊക്കും. പക്ഷെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ചിലപ്പോൾ അവർക്ക് അത് നന്നായിട്ട് ടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ ആക്ച്വലി നമ്മൾ നമ്മുടെ കർമ്മമല്ലേ ചെയ്യുന്നത്, പക്ഷെ അവര് നമ്മളൊരു ശത്രുവായിട്ടായിരിക്കും കാണുന്നത്. That is not your problem. നമുക്ക് അതിലൊന്നും ചെയ്യാൻ നമുക്ക് ചെയ്യാൻ. You are doing your karma. You are running a business. You have the person, the team member of yours or your subordinate has to follow a process follow cheyyanam. You as a boss, you're instructing them. Adil if they are feeling bad, it is not your karma. You are just doing your duty, right? But in that process, if you're like
unnecessary shouting or you're trying to humiliate one of the team members, അത് karma. Okay, I always say, even being a part of the corporate, നമ്മളിപ്പോൾ ബിസിനസ് പറഞ്ഞുകൊണ്ട് കുറച്ച് ഡീവിയേറ്റ് ആയിട്ട്, when you have to scold someone, okay, scold him in your cabin or where there is no one. If you want to appreciate someone, appreciate in the crowd. ഓക്കെ, ബിക്കോസ് ഒരു ഇൻസൾട്ട് ഫീലിംഗ് ആ ഒരുപാട് ആൾക്കാരുള്ളപ്പോൾ അല്ലേ. അപ്പം വാട്ട് യു കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ്സ് നോട്ട് എ ബാഡ് കർമ്മ. ലെറ്റ് ദേ ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്, ദാറ്റ്സ് their problem. It's not your problem. You're just doing your duty. You're not abusing them. You're just telling that you want that process to be done in a certain way, right? That's not a karma. ചേച്ചി, നമുക്ക് റിലേഷനിലേക്ക് ഒന്നും കൂടെ തിരിച്ചു പോവാം. ഇപ്പോൾ ഒരു ആള് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കപ്പിളായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അത് ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്കും വർക്കാവുന്നില്ലായിരിക്കും. പക്ഷേ കുറച്ചും കൂടെ നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഈ പുഷിങ് എവിടെ വെച്ച് നിർത്തണമെന്ന് പലർക്കും കാരണം ചേച്ചി കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റി വേറെ രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് പോകാറുണ്ട് പലപ്പോഴും. അപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന ഇൻഡിവിജ്വൽസിനൊക്കെ ഇനഫ് ഇസ് ഇനഫ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ആ ഒരു പോയിന്റിലേക്ക് എത്താൻ അല്ലെങ്കിൽ പല ബാരിയേഴ്സും മാറ്റി വെച്ചാൽ മാത്രം, കാരണം അത്രയും ഇത് എടുത്ത് രണ്ട് സോൾസ് ഒരുമിച്ച് വരികയാണ്. ആഫ്റ്റർ കുറേ കാലത്തിന് ശേഷം അവർക്ക് മനസ്സിലാവാണ് ഞാൻ കണ്ട ആളല്ല, അപ്പുറത്തും ഇപ്പുറത്തു നിന്നും തോന്നാം. അപ്പം ഇതിനെ അവർക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, മറ്റാളെ നമുക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ? No, what's your question? Your question is like ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചാക്കി. So first answer to your question, first question is like sometime നമുക്ക് തോന്നും ഈ റിലേഷൻഷിപ്പ് പീക്കിൽ എത്തി കഴിഞ്ഞു, ഇപ്പം ഇവർ പുഷ് ചെയ്ത് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ നോക്കുക, അതല്ലേ പറഞ്ഞത്? ഫോർ ദ സൊസൈറ്റി സേക്ക്. വെരി ഗുഡ് ക്വസ്റ്റ്യൻ, ബിക്കോസ് ഇത് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും ആസ് എ റിലേഷൻഷിപ്പ് കോച്ച്. ചില ആൾക്കാർക്ക് അത് ഞാൻ പറയുന്നത് അവർ ചിലപ്പോൾ തോന്നും not right also, but I'll tell you one thing. Toxic relationship li irikkunninte aati aa relationship nu walk out cheynana nallathu. You tried your best, oru chance, two chance, third chance, fourth. Still, if you can't come together, don't be in a toxic relationship. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറയും നമുക്ക് ചിൽഡ്രൻ ഉണ്ട്, അപ്പോൾ ഇനി നമുക്ക് പിരിയാൻ ഒക്കത്തില്ല. പക്ഷെ ഇൻ ദാറ്റ് ടോക്സിക് എൻവയറമെൻറ്റ്, what are you giving that child? You're giving ആ കൊച്ചിന് ടോക്സിസിറ്റി അല്ലേ കൊടുക്കുന്നത്. He is going through a childhood trauma at that time. Our childhood trauma can have a big impact on his life, in his career, in his marriage tomorrow. I have only one advice for such thing. When you feel that you have tried everything, please shake hands and go apart from each other. Don't stay in the toxic relationship. This toxic relationship is not going to help any of you. You tried everything, right? It didn't work. Maybe it's time to say goodbye. So mutually smile without any bad energy. Just mutually say goodbye and go off. Forgive and forget and go off. Don't be there just for the society, because society is with you not even in 365 days. 65 days society is with you, right? Alle rest 300 days you are with each other. Why you want to bear that toxicity? അല്ലേ? ഐ ടെൽ ദം വെരി ഫ്രാങ്ക്ലി. ഞാൻ ഒരുപാട് വർഷം ടയറോട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നിയ ഞാൻ മുഖത്ത് പറയും ഇറ്റ്സ് ടൈം ഫോർ ഡിവോഴ്സ്. സോ മെനി പീപ്പിൾ സേ ഹൗ ക്യാൻ യു സേ ദാറ്റ്? ഐ സെഡ് ഇറ്റ്സ് ടൈം ഫോർ ഡിവോഴ്സ്. അത് നമ്മൾ മറ്റാളെ ഹേർട്ട് ചെയ്യാതെ അത് നമുക്ക് എങ്ങനെ അത് പ്രസന്റ് ചെയ്യാനും പറ്റും എന്നൊക്കെ ഉള്ള, അതാണ് ഞാൻ എൻ്റെ ഒരു തേർഡ് പാർട്ടായിട്ട് ഞാൻ ചോദിച്ചു ആ ക്വസ്റ്റ്യനിൽ തന്നെ. ഹേർട്ട് ചെയ്യാതെ എങ്ങനെ പാർട്ട്ണറിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ നോക്കും? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇത് വർക്കാവുന്നില്ലായിരിക്കും, പക്ഷെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഇത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതല്ലേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സമയത്ത് ഒരു കൗൺസിലറിന്റെ അവിടെ പോവാം, ഒരു പ്രൊഫഷണൽ കൗൺസിലർ. ഡോണ്ട് ഗോ ടു യുവർ ഫ്രണ്ട്സ്. Okay, go to a professional counselor that time. There are so many counselors, psychologists sitting today. There are so many relationship coaches who are sitting today to help you, who will give the right guidance. Today everybody is a counselor. Your neighbor is a counselor, your friend is a counselor, your mother is a counselor, but they are not counselors. Whatever advice they are giving you is advice based on their experience. People like us who are trained as a counselor, we give a real professional solution for it. Right? So go to a professional. If you can't solve it on your own, go to a professional. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, നമുക്ക് ഹെഡേക്ക് വന്നാൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകത്തില്ലേ? അപ്പോൾ ഇതിനെന്താ പോകാത്തെ? I think every couple, as soon as they feel there is some problem within their marriage, after 1 or 2 tries, they should approach a relationship coach or any counselor.
റൈറ്റ് റിലേഷൻഷിപ്പ് കൗൺസിലർ സോ ദാറ്റ് അവിടെ മനസ്സിലാവും ക്യാൻ ദേ ഗോ വിത്ത് ഈച്ച് അതർ ലോങ് റൺ സോ ദേ ക്യാൻ ഗെറ്റ് എ പ്രോപ്പർ വ്യൂ ഓഫ് ദ റിലേഷൻഷിപ്പ് റൈറ്റ് ബട്ട് നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുമ്പം നമുക്ക് മനസ്സിലാവത്തില്ല ദേ ക്യാൻ ഗിവ് യു എ പ്രോപ്പർ വ്യൂ സോ യു ക്യാൻ ഗോ ടു എ കൗൺസിലർ. ചേച്ചി ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളിൽ നമ്മളെ ഒഴിവാക്കുന്ന ഒരു കാര്യം പൈസയാണ്, രണ്ടാമത്തെ കാര്യം റിലേഷൻസ് ആണ്. ഇത് രണ്ടുമാണ് നമ്മളെ ജീവിതത്തിൽ ഒരു സ്റ്റേജിന് ശേഷം നമ്മളെ ഒരു സാറ്റിസ്ഫാക്ഷന്. പക്ഷെ ഇത് രണ്ടും കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല. ചേച്ചി കോച്ചിങ്ങിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, ഇത് പലർക്കും അറിയില്ല. ഞാൻ എന്തിന് ഇങ്ങനെ ഒരാളെ കാണാൻ പോകുന്നത്, എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത് കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളെയാണ്, അതോ കുട്ടികളെയാണോ? എവിടെ നിന്നാണ് നമ്മളിത് തുടങ്ങേണ്ടത് ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ? If you say today's scenario, okay, കൂടുതലും ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയാണ് ആൻഡ് വൺ ചൈൽഡ് ആണ് അല്ലേ, അവർക്ക് സിബ്ലിംഗ് പോലും ഇല്ല. അപ്പോൾ അവർക്ക് സിബ്ലിംഗ് പോലും ഇല്ലാത്തത് ആൻഡ് ദേ വുഡ് ടുഡേസ് ജനറേഷൻ ഓൾവേസ് ലൈക്ക് ടു സിറ്റ് ഇൻസൈഡ് ദ റൂം അല്ലേ, ദർ ഓൾവേസ് വിത്ത് ദ ടെക്നോളജി. സോ ദർ നോട്ട് ഇൻട്രാക്ടിങ്. നമ്മളെ സമയത്തിൽ നമ്മൾ വെളിയിൽ പോയി കളിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ, നമുക്ക് സിബ്ലിങ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പത്തെ ജനറേഷൻ ആകുമ്പോൾ അവർ ഒരു ജോയിൻറ്റ് ഫാമിലിയിലെ താമസം. ഇന്ന് അങ്ങനല്ല. ഓക്കെ, സോ I think everything starts from your childhood. I don't know how much in India this is still not given a weightage. ഇന്നത്തെ ദിവസം ഞാൻ ഹീലിംഗ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ചൈൽഡ്ഹുഡ് ട്രോമയാണ് ഹീലിംഗ് ചെയ്യുന്നത്. ഓക്കെ, ചൈൽഡ്ഹുഡിൽ ബിക്കോസ് ദേ ഹാവ് സം പ്രോബ്ലം വിത്ത് ദ പേരൻസ്, ദേ ഹാവ് സം പ്രോബ്ലം വിത്ത് ദ മദർ, ഫാദർ ഓർ സിബ്ലിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫ് ടീച്ചർ, അത് അവരെ അകത്തിങ്ങനെ കിടക്കും. ഓക്കെ, സബ് കോൺഷ്യസ് മൈൻഡിൽ പോയിട്ട് അത് അവിടെ ഇരിക്കും. അത് പിന്നെ അവരെ പാറ്റേൺസിൽ റിലേഷൻഷിപ്പിൽ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യും അവർ. ആൻഡ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ തിങ്സ് ആർ ഹാപ്പനിങ് ടു ദെം. ബട്ട് വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എ ചൈൽഡ്ഹുഡ് ട്രോമ which has not been healed. So everything starts from that age. So if you say from where it should start, actually it should start from there. But ഞാൻ ഒരുപാട് സ്കൂൾസിൽ പോകും. ഓക്കെ, മെൻ്റൽ വെൽനെസ് പ്രോഗ്രാംസും ഇതിനും കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പലും എല്ലാവരും പറയുന്ന ഫൗണ്ടറും പറയുന്നത് വെച്ചാൽ പേരൻസ് ആർ ഗിവിങ് എഡ്യൂക്കേഷൻ, മണി, എവറിഥിങ്. But when it comes to time, they're not giving their children. Time is very important. I tell the parents, you only give 3 things to your children. ഞാൻ പേരൻറ്റിൻ്റെ വർക്ക്ഷോപ്പ് എടുക്കുമ്പോൾ ഞാൻ 3 കാര്യം കൊടുക്കാൻ പറയും. ക്വാളിറ്റി ടൈം, ഗുഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഗുഡ് ഫുഡ്, ന്യൂട്രീഷൻ ഫുഡ്. ഇത് 3 കൊടുത്താൽ മതി, ബാക്കി അവർ ചെയ്തോളും അല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ടൈം, നോട്ട് ടൈം, ക്വാളിറ്റി ടൈം അല്ലേ. ദെൻ ഗുഡ് ഫുഡ്, ഗുഡ് ന്യൂട്രീഷൻ ഫുഡ് ആൻഡ് ഗുഡ് എഡ്യൂക്കേഷൻ. Rest the destiny will take them. Alle. So it is important that everything starts from there, from the childhood. But unfortunately today it's not happening that way because nobody has time. അതെ ചേച്ചി, ഇപ്പം ലാസ്റ്റും ഡെസ്റ്റിനിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നും തിരിച്ചൊന്നുകൂടെ പോവാണ്. ഇപ്പം ചേച്ചി ഇങ്ങനെ ഒരുപാട് ക്ലയൻസിന് അഡ്വൈസ് പേഴ്സണലി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം എല്ലാവരും ഇപ്പോൾ ചേച്ചി പറയുന്ന ഇൻറ്റൻഷനോടെ ഒരാൾ അത് എടുക്കണം എന്നില്ല. ചിലർക്ക് നന്നായിട്ട് വരും, ചിലർക്ക് ബാഡായിട്ട് വരും. ഈ ബാഡായിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ചേച്ചി കൊടുത്ത അഡ്വൈസ് തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാമല്ലോ. ഉണ്ടാവുന്ന സമയത്ത് ചേച്ചി അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്? അങ്ങനെ പറയാൻ ഒക്കത്തില്ല, ബിക്കോസ് തെറ്റിയിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇതുവരെ ഞാൻ എത്ര ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൻ്റെ അഡ്വൈസ് കൊടുത്ത്, ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പ് കോച്ചിൽ ഞാൻ ടാരോട്ട് യൂസ് ചെയ്യും. അതെങ്ങനെ അറിയോ, ഞാൻ കൗൺസിലിങ്ങും ചെയ്യും, ആ സമയത്ത് ടാരോട്ടും നോക്കും അവരെ. അപ്പോൾ രണ്ടും കൂടെ ഞാൻ കമ്പൈൻ ചെയ്യും, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാവും. അगर എനിക്ക് എവിടെയെങ്കിലും തെറ്റെന്ന് തോന്നിയാൽ അത് ടാരോട്ട് എൻ്റെ അടുത്ത് പറയും. ഞാൻ എല്ലാ ടാരോട്ടാണ് എൻ്റെ ബേസ്. ഓക്കെ, ബിക്കോസ് ടാരോട്ട് ഈസ് ദ ബേസ് ഫോർ മീ ടു സ്പീക്ക് ടു ദ യൂണിവേഴ്സ്. ഞാൻ യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് കാർഡ്സ് എടുക്കും. അപ്പോൾ ആ കാർഡ് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ കൊടുക്കുന്ന, ഞാൻ ഇപ്പോൾ ടാരോട്ട് 3 മണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റിൽ ഞാൻ ടാരോട്ടിൽ ചോദിക്കുന്നതാണ് യൂണിവേഴ്സിൻ്റെ അടുത്ത്. ലാസ്റ്റ് കാർഡ് ഞാൻ ഒരു കാർഡ് ഡ്രോ ചെയ്യും, ഹാവ് ഐ ഗിവൻ ദ റൈറ്റ് അഡ്വൈസ് ടു മൈ ക്ലയൻറ്റ് എന്ന്. അപ്പോൾ എവിടെയെങ്കിലും യെസ് നോ എന്ന് വരുന്നെങ്കിൽ ഞാൻ വീണ്ടും ആ ടാരോട്ട് എടുത്ത് നോക്കും, എവിടെയാണ് ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അപ്പം തന്നെ കറക്റ്റ് ചെയ്യും. Okay. ഇതുവരെ കിട്ടാത്തവർക്ക് ടാരോട്ട് റീഡിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാം. Okay, tarot is basically a psychological tool. There are 78 cards and every card has its own story. Okay, tarot is about guidance. It is about direction. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, as a guru,
ലൈക്ക് ഇറ്റ് ഡയറക്ട്സ് യു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എയർപോർട്ട് വരെ പോകുന്നെങ്കിൽ അത് നമ്മൾ, if you do tarot and you have some problem, okay, you want to choose between two careers for whether I should go for a business or I should do work, tarot will let you know that whether you should do business or you should do work. അല്ലേ? അപ്പോൾ you will not go in a wrong direction. Tarot will guide you. Tarot also helps you where if you have any blockages, if you had any childhood trauma, അതെന്നെ റിമൂവ് ചെയ്യാനും അതെന്തിനാ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റ് ആവുന്നത്, അതെല്ലാം ടാരോട്ട് ഹെൽപ്പ് ചെയ്യും. ബിസിനസ്സിൽ നിങ്ങൾക്ക് ലോസ് വരുന്നു, എന്തിനാ വരുന്നത്, അപ്പോൾ ടാരോട്ട് ഈവൻ സേസ് ദാറ്റ് നിങ്ങൾ ചേഞ്ച് ദ സ്ട്രാറ്റജി. അങ്ങനെ ഞാൻ ക്ലയൻസിന് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ടൈം ഫോർ യു ടു ചേഞ്ച് ദ സ്ട്രാറ്റജി. സോ ദേ സേ, ഓ ഫ്രം സോ മെനി ഇയേഴ്സ് വി ആർ റണ്ണിങ് ദ ബിസിനസ്, വി ആർ ഡൂയിങ് ദിസ് ആൻഡ് ഇറ്റ് വാസ് സക്സസ്ഫുൾ, നൗ ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ്. ഐ സെഡ് ഇറ്റ്സ് ടൈം ഫോർ യു ടു ചേഞ്ച് ദ സ്ട്രാറ്റജി. Okay, change your business strategies, upgrade your skills. You will do good. Okay, so tarot goes to that level. It's a psychological tool where it enters your mind and, you know, it just says like what is not even seen in your birth chart. Okay, but the only thing, you have to go to the right tarot person and who is very intuitive. Alle? Because if that person is not intuitive, that direction and the guidance would not be correct. So tarot is a beautiful thing. Okay, people have started accepting it. And when people come to me, നമ്മൾ എന്തോ ചെയ്യണമെന്ന്, ടാരോട്ട് ചെയ്യണോ എസ്ട്രോളജി, ഞാൻ ആദ്യം പറയും ടാരോട്ട് ചെയ്യണമെന്ന്. ബിക്കോസ് ടാരോട്ട് ഡസൻ നീഡ് ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഒന്നും വേണ്ട. സ്റ്റിൽ ഇറ്റ് വിൽ ടോക്ക് അബൌട്ട് യു. കണക്ട് ചെയ്ത് തിരിച്ചു വരാമോ? അതും ചേച്ചി പറഞ്ഞ, ഇപ്പൊ നമ്മളൊരു ബാഡ് അഡ്വൈസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ അതിലേക്ക് തിരിച്ചു വരാമോ എന്നാണ്. ബാഡ് അഡ്വൈസോ? ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നു, നമ്മളിപ്പോൾ കൊടുക്കുന്ന അഡ്വൈസ് വേറൊരാൾ എടുക്കുന്ന രീതി ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോകണമെന്നില്ല. അത് പറ്റിയിട്ടുണ്ട് എനിക്ക്. ഞാൻ ഇപ്പോൾ ഒരു one girl came to me in 2022 and she was going through a very bad marriage. She was educated. അതിലെന്തോ ഒരു ചീറ്റിംഗ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പിൽ. For 10 years she was going through cheating. Her child was around somewhere around 8 years or 9 years when she came to me. 2022 December she came to me crying. And I told her that you have to leave. You have to leave. She said, no, I want my husband back. I said, no, you don't want him back. She said, how can you tell me that? I said, you will come after 1 year and you will tell that I have filed the divorce. She said, no, അങ്ങനെ നടക്കത്തില്ല എന്ന്. പക്ഷേ ഹിന്ദിയിൽ പറഞ്ഞു, ഓക്കെ ऐसा नहीं हो सकता है ना, मुझे मेरा हस्बैंड चाहिए. हाँ, ഞാൻ പറഞ്ഞു, you want your husband? He will not give you any peace. You will not be happy with him. He'll keep cheating on you. Okay? He said, I have a child. I want my husband back. Okay, she was crying. I said, you go through the healing session. Okay? Then you see whether you still want your husband back. അവൾ എൻ്റെ അടുത്ത് റെഗുലർലി ഹീലിങ്ങിന് വേണ്ടി വന്നു. ഓക്കെ, 6 സെഷൻസ് കഴിഞ്ഞു. ഓക്കെ, എല്ലാ മാസം 2 ഹീലിംഗ് ചെയ്തു. 6 months ഡിഫറെൻറ്റ് ടെക്നിക്സിൽ. അവളെ വീടും ഞാൻ പോയി ഹീൽ ചെയ്തു. ബിക്കോസ് അവളെ ഹസ്ബൻഡും താമസിച്ച എല്ലാം വീട് പോയിട്ട് ഹീൽ ചെയ്തു. അവളെ ഹസ്ബൻഡ് അവിടെ നിന്ന് പോയി, അവിടെ ഹീൽ ചെയ്തു. ഹീൽ ചെയ്ത ശേഷം ആഫ്റ്റർ 1 year, exactly, it's not a story, it's a reality, exactly after 1 year she came and told me, I want to file a divorce. Can you help me? Okay, she went and filed a divorce. Divorce file ചെയ്തപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, I told her, now you study and go abroad, because അവൾ ഇതിലുണ്ടായിരുന്നു she should go abroad that time. അപ്പോൾ go abroad, അപ്പോൾ IELTS പഠിക്കണ്ടേ, അതിന് വേണ്ടി ഞാൻ അയച്ചു ഇമിഗ്രേഷൻ അവിടെ. ഓക്കെ, അവിടെ പോയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പാസ്സാവില്ല. ഓക്കെ, ഒരു കോൺഫിഡൻറ്റ് ഇല്ല. അവൾ സ്വന്തമായിട്ട് ആർക്കിടെക്റ്റാണ്, പക്ഷെ അവൾക്ക് കോൺഫിഡൻസ് ഇല്ല. ആ മാരേജിൽ ഇരുന്ന് her confidence got lost. She studied that. First attempt she failed in IELTS. Okay, then second attempt she passed. Okay, she filed the divorce, okay, on her own. And she said when she filed her divorce, her husband was very abusive with her. He threatened her. And he had so much money that he hired the biggest lawyer. Okay, but what happened? I told her that she said, I won't get anything from my husband. I said, you will get, and within this span time you will get. She got it. Now she's in US with her son. She's in US. She's happily living there, her life. Okay, so what I'm trying to say here is, things happen when you're not healed. You know, you can't take proper decisions in your life. There's so much cluster within you.
that start liking those toxicity in your life. അല്ലേ, അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷെ അവൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നു. അവൾ ഹീലായപ്പോൾ അവൾക്ക് ആ സ്ട്രെങ്ത് വന്നു, ആ ക്ലസ്റ്ററായി. നമ്മൾ എന്ന് രാവിലെ എനിക്ക് കുളിക്കും, ഓക്കെ, അത് വി ആർ ഓൺലി ക്ലീനിങ് അവർ അപ്പർ ബോഡി, ബട്ട് ഇൻ അവർ സെൽഫ് ദർ ഇസ് സോ മച്ച് ക്ലസ്റ്റർ വിതിൻ അസ്, അല്ലേ, അത് നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല. വി ഹാവ് ടു ക്ലീൻ ദാറ്റ്. അതിനാണ് മെഡിറ്റേഷൻ, യോഗ, which also helps. Apart from going for healing, that also helps. So ഞാൻ ആക്ച്വലി മനസ്സിൽ കണ്ട ചോദ്യങ്ങളെല്ലാം ചോദിച്ചു. ചേച്ചിക്ക് വേറെ എക്സ്ട്രാ എന്തെങ്കിലും അഡിഷൻ? അങ്ങനെയായിട്ടൊന്നുമില്ല, എല്ലാം പറഞ്ഞു. And that is that I just say that to all the people who are viewing this, okay, have confidence in yourself, do a good karma, okay, heal yourself regularly. We all need healing. Okay, we all need healing because we are connecting with very, very different energies today. At workforce we are connecting with people, we are connecting at home with someone else, we are connecting with lot of energies, right? This energies can form some kind of a, disturbance in our life, right? We have to cleanse ourselves completely. We go to parlor, we go to saloon to beautify ourselves. We do so many things for that. We spend, 1,000. But when it comes to healing, why you're not spending? You should spend. You should heal yourself. You heal yourself, you will not require a facial. You will not require a spa because you look so good and beautiful. Because you look beautiful from within, there will be spark on your face. Alle. Appam, just do healing regularly. Try to not force yourself to do anything. Always be happy. Look at the mirror and at least smile. അല്ലേ, ഇന്നത്തെ കാലത്ത് ആൾക്കാർ സ്മൈൽ ചെയ്യുന്നത് ഭയങ്കര, ഐ ഹവ് നോട്ട് സീൻ പീപ്പിൾ സ്മൈലിംഗ്. ദർ ഓൾവേസ് ഫ്രൗണിങ്, ദർ ഓൾവേസ് തിങ്കിങ്, അല്ലേ. സ്മൈൽ ഇസ് വെരി ലെസ്. ആസ് ടൈം ഇസ് ഗോയിങ്, സ്മൈൽ ഇസ് ഡിറ്റോറേറ്റിംഗ് ഡേ ബൈ ഡേ, അല്ലേ. So you have to do all that. Try some meditation, try some yoga, try small things in life, which will keep you going. That's very important. And I would not say anything else at the last, like just do good karma. That's all. Thank you. Thank you. Thank you. ഈ വീഡിയോയ്ക്ക് ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങളിവിടെ സെൻഡ് ചെയ്യാണ്. താങ്ക് യു.